ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൈമാൻ സമ്മും അതേപോലെ തന്നെ ഡബിൾ ഇൻഇക്വാലിറ്റിയും ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് റൈമാൻ സം വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതാണ് കാണുന്ന പ്രോബ്ലം. ജസ്റ്റ് എന്തൊക്കെയാണ് ഞാൻ വിശദീകരിച്ചത്, ജസ്റ്റ് ആദ്യ പ്രോബ്ലം ഒന്ന് എഴുതിയിരിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻ അപ്രോക്സിമേഷൻ ഫോർ ദി ഡബിൾ ഇന്റഗ്രൽ ഓഫ് f of x, y equal to x minus 4y over r, where r equal to set x, y such that 0 less than or equal to x less than or equal to 2, 0 less than or equal to y less than or equal to 1. Using the Riemann sum of f of xy over r with m equal to n equal to 2 and taking the valuation point to be the center of Rij. അപ്പൊ അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. അപ്പോൾ വൺ വേർഡ് ആയിട്ട് ഓരോ വേർഡ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഫൈൻഡ് ആൻ അപ്രോക്സിമേഷൻ ഫോർ ദി ഡബിൾ ഇന്റഗ്രൽ ഓഫ്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, അതായത് രണ്ട് വേരിയബിൾസ് ഉള്ള ഫംഗ്ഷൻ ആണ്, എക്സും വൈയും ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 4y ആണ്, ഓവർ ആർ. ആർ എന്ന് പറഞ്ഞൊരു റെക്ടാംഗിൾ ആണ്. അപ്പം ഞാൻ എഴുതിട്ടുണ്ട്, ഇവിടെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്, ഇത് y ആക്സിസും ഇത് x ആക്സിസും ആണ്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെക്ടാംഗിൾ വരാൻ പോകുന്നത്. ആർ എന്ന് പറഞ്ഞാൽ റെക്ടാംഗിൾ ആണ്. അപ്പൊ റെക്ടാംഗിൾ നമ്മൾ നേരത്തെ ത്രീ ഡയമെൻഷണൽ ആയിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. ഇവിടെ നമ്മൾ 2 ഡയമെൻഷനൽ എടുക്കുന്നുള്ളൂ. 3 ഡയമെൻഷനൽ ഒക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പൊ ജസ്റ്റ് നമ്മൾ മുകളിൽ നോക്കിയാൽ എന്താ കാണുന്നത്, അത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ. ഓക്കെ, അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, വരക്കും. ഒരു ആർ എന്ന് പറഞ്ഞൊരു സംഭവം വരക്കും. പക്ഷെ അതിന്റെ ആറിന് പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്, എക്സ് കോമ വൈ. അതിലുള്ള എക്സും വൈയും സച്ച് ദാറ്റ് അതെന്താണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാല് 0 മുതൽ 2 വരെയാണ്. അപ്പൊ ഇതാണല്ലോ നമ്മൾ എക്സ് ആക്സിസ്. അപ്പൊ ഇവിടെ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഇവിടെ 1 പിന്നെ 2, 1ഉം 2 ഞാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 0 ഉണ്ടാവും, 0 മുതൽ 2 വരെയാണെന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഇനി വൈനെ നോക്കി നോക്കിയാണ്, വൈ എന്ന് പറഞ്ഞാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതായത് 0 മുതൽ 1 വരെയാണ് എന്തിന്റെ വാല്യൂ, വൈന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്ത് ചെയ്യാണ്, ഞാനിവിടെ വൈ എന്നുള്ളത് 1 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കുള്ള പോയിന്റുകൾ കിട്ടി. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരക്കേണ്ടത്, റെക്ടാംഗിൾ വരക്കേണ്ടത്. ഞാൻ റെക്ടാംഗിൾ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മള് റെക്ടാംഗിൾ ആർ. ഓക്കെ, കഴിഞ്ഞില്ല ക്വസ്റ്റ്യൻ. യൂസിങ് ദ റൈമാൻ സം ഓഫ് എഫ് ഓഫ് എക്സ് വൈ. റൈമാൻ സം നമ്മൾക്ക് ഇക്വേഷൻ നമ്മൾ എഴുതാം, ഓവർ ആണ് ഞാൻ ഇവിടെ എഴുതാം. റൈമാൻ സം ആണ്. റൈമാൻ സം ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ, സിഗ്മ I equal to 1 to m and sigma j equal to 1 to n f of x ij star y ij star into delta a. ഇതായിരുന്നു നമ്മള് ഇക്വേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈമാൻ സം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആക്ച്വലി അതെന്താണ്, ഈ ഒരു റെക്ടാംഗിളിന്റെ അടിയിലുള്ള വോളിയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സ് വൈ ഓവർ ആർ വിത്ത് എം ഈക്വൽ ടു എൻ ഈക്വൽ ടു 2. എമ്മും എൻ എന്താണ്, ഇത് ഐ ഈക്വൽ ടു 1 to m ഉം ജെ ഈക്വൽ ടു 1 to n ആണ്. അതായത് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സിന്റെ വാല്യൂകളാണ്, ജെ എന്ന് പറഞ്ഞാല് വൈന്റെ വാല്യൂകളാണ് ഞാൻ പറഞ്ഞു. അപ്പൊ എവിടെ വരെയാണുള്ളത്, എം വരെ. അപ്പൊ ഇതിന്റെ എം 2 വരെയാണ്, ഇതിന്റെ n എന്ന് പറഞ്ഞാൽ 1 വരെയാണ്. അപ്പൊ ആ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കാം. അപ്പം m ഈക്വൽ ടു n ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് m n ടോട്ടൽ 2 ഉണ്ട്. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്യൂബുകളുടെ എണ്ണം, ഇവിടെ ആകുമ്പോൾ നമ്പർ ഓഫ് റെക്ടാംഗിളുടെ എണ്ണം. അപ്പൊ നമ്മൾ നേരത്തെ അവിടെ എന്താ എഴുതുന്നത്, ഈക്വലി ഓരോ റെക്ടാംഗിൾ ഡിവൈഡ് ചെയ്തൊക്കെയാണ് ചെയ്തത്. അവിടെ എന്നും എമ്മും വരെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത്, ഇവിടെ എത്ര വരെയാണ്, 2 ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യാ, ഈ ഒരു ഭാഗത്ത് ഇതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ 1 കൂടെ എന്ത് ചെയ്താൽ മതി, നമ്മളൊന്ന് വരച്ചാൽ മതി. 1 കൂടെ ഒരു
ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്തായി, എക്സ് ആക്സിൽ 1 2 പറഞ്ഞിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള രണ്ട് എന്ത് കിട്ടി, റെക്ടാങ്കിളുകൾ കിട്ടി. അതേപോലെ തന്നെ ഇങ്ങനെയും ഡിവൈഡ് ചെയ്യാം. അതായത് എമ്മും എന്നും രണ്ടും 2 ആണ്. അതുകൊണ്ട് എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും രണ്ടായിട്ട് എന്ത് ചെയ്യണം, ഈക്വലി 2 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. 1 × 0 ഇടയിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ 1/2 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ ഇതാണ് നമ്മുടെ റെക്ടാങ്കിൾ. ആ റെക്ടാങ്കിൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ റെക്ടാങ്കിളുകളുടെയും എന്താണ് പോയിന്റ് കണ്ടുപിടിക്കുകയാണല്ലോ, ഇതാണ്. ആൻഡ് ടേക്കിംഗ് ദ വാല്യുവേഷൻ പോയിന്റ് ടു ബി ദ സെന്റർ ഓഫ് RIJ. അതായത് RIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ 1 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി. 1 2 എന്തുണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ 1 2 എന്ന് പറഞ്ഞ രണ്ട് റെക്ടാങ്കിളുകൾ ഉണ്ട്. ഓക്കെ, ഇനി RIJ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് I എന്ന് എഴുതണം. ഇതാണല്ലോ നമ്മൾ I എന്ന് പറഞ്ഞ നമ്പറുകൾ, ഇത് J എന്ന് പറഞ്ഞ നമ്പറുകൾ. അപ്പൊ ഫസ്റ്റ് തന്നെ 1 ഇവിടെ 1 ആണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുക, R11 കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ ഫസ്റ്റ് ഇത് കൊടുക്കണം. അപ്പൊ R21 വരും. ഓക്കെ, ഈ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് തന്നെ ഇത് കൊടുക്കണം. അപ്പൊ R1 പിന്നെ ഇവിടെ 2 ആണ്. അപ്പൊ R12. അതേപോലെ തന്നെ ഇതെന്താണ്, R22. ഈ നമ്പറിങ് മനസ്സിലായല്ലോ അല്ലെ. പിന്നെ ഇത് വാല്യുവേഷൻ, ഇതാണ് നമ്മളെ വാല്യുവേഷൻ പോയിന്റ് എടുക്കേണ്ട റെക്ടാങ്കിളുകൾ. വാല്യുവേഷൻ പോയിന്റ് ഇതല്ല, ടു ബി ദ സെന്റർ ഓഫ് RIJ. അതായത് ഈ ഒരു RIJ, ഈ ഒരു റെക്ടാങ്കിൾ നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെന്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയിന്റ് എടുക്കേണ്ടത്. സെന്ററിൽ നമുക്ക് പോയിന്റ് കിട്ടുമല്ലോ. ഇതിനെ എന്ത് ചെയ്താൽ മതി, ഹാഫ് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ എന്ത് ചെയ്യാണ്, ഇതിന്റെ സെന്ററിലാണ് എടുക്കേണ്ടത്. ചില ക്വസ്റ്റ്യനിൽ ലെഫ്റ്റ് എൻഡ് പോയിന്റ്, റൈറ്റ് എൻഡ് പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഭാഗത്ത് നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പോയിന്റ് എടുക്കും. അതായത് ഒരു റെക്ടാങ്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു പോയിന്റ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഹൈറ്റ് കിട്ടും. ഏകദേശം ഞാൻ ഇവിടെ റെക്ടാങ്കിൾ വരച്ചു, അതിന്റെ അടിക്കൊക്കെ എന്തുണ്ട്, അതിന്റെ വോളി ഉണ്ട്. ഒരു ക്യൂബ് പോലെയാണ്, ക്യൂബ് ഇങ്ങനെ എന്റെ അത്രക്കുള്ള. അപ്പൊ ഇതാണ് ഈ സ്കെയിലാണ് അതിന്റെ ഹൈറ്റ് എങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, XIJ സ്റ്റാർ YIJ സ്റ്റാർ ഒരു പോയിന്റ് ഇവിടെ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇതിന്റെ ഒരു ഹൈറ്റ് കിട്ടി. അടിയിൽ മുതൽ ഇവിടെ വരെയുള്ള ഹൈറ്റ് കിട്ടി. ഇവിടെ നമ്മൾ എന്തുള്ള റെക്ടാങ്കിൾ കിടക്കുന്നത്, ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ കിടക്കുന്ന ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, പിന്നെന്താണ്, ഇതിന്റെ ഏരിയനെ കൊണ്ട് ഗുണിക്കുകയാണ്. അതാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞത്. അപ്പൊ ഗുണിക്കുമ്പോൾ അതിന്റെ വോളിയം കിട്ടും. അത് എത്ര വട്ടം ചെയ്യണം, 1 കിട്ടി, പ്ലസ് 2 ചെയ്യാം, പ്ലസ് 3 ചെയ്യാം, പ്ലസ് 4 ചെയ്യാം. അപ്പൊ ടോട്ടൽ വോളിയം കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നത്. നേരത്തെ കർവിന്റെ ഏരിയ കണ്ടുപിടിച്ച പോലെ ഇവിടെ വോളിയം കണ്ടുപിടിക്കാന്ന് മാത്രം. ഓക്കെ, ഇവിടെ നമ്മൾ ഇനി പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. അപ്പൊ ഓരോ ടേമുകളും ഞാൻ എടുത്തിട്ടുണ്ട്, മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ നോട്ടിൽ എഴുതിയിരിക്കണം, ഞാൻ മാറി തരാം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എഴുതിയിരിക്കുകയും ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അടുത്തത്. അപ്പൊ നേരത്തെ റെക്ടാങ്കിളുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാഫൊക്കെ വരച്ച് കറക്റ്റ് ആക്കി ഇവിടെ ഒന്നുകൂടി വരച്ചെടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഒന്നാമത്തെ ഡിവിഷൻസ് ഇത് 1, ഇത് 2, അതേപോലെ തന്നെ ഇത് 1, ഇത് 2. ഓക്കെ, ഇനി ഓരോ റെക്ടാങ്കിളുകൾക്കും പേരിടണം. അപ്പൊ ഈ ഒരു റെക്ടാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1,1 ആണ്, അല്ലെങ്കിൽ 1 1 ആണ്. അപ്പൊ ഇത് നമുക്ക് എന്താണ്, റെക്ടാങ്കിൾ 1 1 വിളിക്കുക, അഥവാ R11 വിളിക്കുക. ഫസ്റ്റ് നമ്മൾ എക്സ് ആക്സിസിന്റെ എന്താണ്, ഇത് നമ്മൾ I എന്ന് വിളിച്ചു അല്ലെ. ഇങ്ങോട്ടേക്കുള്ളത് എന്താണ്, ഐയും. അതേപോലെ തന്നെ Y ആക്സിസിന് നേരെയുള്ളത് എന്താണ്, Jയും ആണ്. ഓക്കെ, അപ്പം R11. ഇനി ആദ്യം ഇത് പറയണം. അപ്പൊ R2 പിന്നെ ഇത് 1. ഇനി ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ R12, ഇതാണെന്നുണ്ടെങ്കിൽ R22. അപ്പൊ ഇങ്ങനെയാണ് ഈ റെക്ടാങ്കിളുകൾക്ക് നമ്മൾ പേര് കൊടുത്തത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞ എന്താണ്, ടേക്ക് ദ വാല്യുവേഷൻ പോയിന്റ് ആസ് ദ സെന്റർ ഓഫ് ദ റെക്ടാങ്കിൾ എന്നാണ്. അതായത് റെക്ടാങ്കിളിന്റെ സെന്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യുവേഷൻ പോയിന്റ് കൊടുക്കുന്നത്. ഒരു റെക്ടാങ്കിളിന്റെ അല്ല, 4 റെക്ടാങ്കിളുകളുടെയും സെന്ററിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇത് M ആണ്. ഇത് 2 എന്ന് പറഞ്ഞാൽ M = അത് N = 2 നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു Y ആക്സിസും X ആക്സിസും എന്ത് ചെയ്തിട്ടുള്ളത്, 2 ഡിവിഷൻസ് ആക്കി മാറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇതെന്താണ്, റെക്ടാങ്കിൾ R ആണ്. ടോട്ടൽ നമുക്ക് റെക്ടാങ്കിൾ R എന്ന് പറയാം. ഈ റെക്ടാങ്കിൾ Rന്റെ താഴെയുള്ള വോളിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. വോളിയം അല്ല, ജസ്റ്റ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വോളിയം കണ്ടുപിടിക്കുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇവിടെ നമുക്ക് വേണ്ടപ്പെട്ട ഇക്വേഷൻ ഇതാൻ പോവാണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ റെക്ടാങ്കിൾ R
എഫ് ഓഫ് എക്സ് കോമ വൈ dx dy is equal to limit m comma n tends to infinity sigma I equal to 1 to m അതേപോലെ തന്നെ സിഗ്മ j equal to 1 to n f of x comma y into delta. ഇതാണ് നമ്മള് റൈമാൻ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ എക്സ് ഐ ജെ സ്റ്റാർ ആണ്, ഐ ജെ സ്റ്റാറും വൈ ഐ ജെ സ്റ്റാറും. ഓക്കെ, അപ്പൊ ഈ എക്സ് ഐ ജെ സ്റ്റാർ വൈ ഐ ജെ സ്റ്റാർ ആണ് വാല്യുവേഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് നമ്മൾ സെന്ററിൽ നിന്നാണ് എടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്ത് വാല്യുവേഷൻ പോയിന്റ് കിട്ടുമ്പോൾ ആ ഒരു പോയിന്റ് കിട്ടും, അത് ഹൈറ്റ് കിട്ടും, ഇൻറ്റു ഇതിലുള്ള ഒരു ഏരിയ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു റെക്ടാങ്കിളിന്റെ അടിയിലുള്ള വോളിയം കിട്ടും. അതേപോലെ ആ കിട്ടുന്ന വോളിയം പിന്നെ ഇതിന്റെ വോളിയം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോളാം. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം തന്നെ എഫ് ഓഫ് എക്സ് ഐ ജെ സ്റ്റാറും വൈ ഐ ജെ സ്റ്റാറും കാണാൻ പോവാണ്. ഇതിന്റെ R11ന്റെ ഓക്കെ, R11 ഞാനിവിടെ ചെയ്തിട്ടുണ്ട് എഫ് ഓഫ് എക്സ്, ഐ ജെ സ്റ്റാർ അല്ല 11 സ്റ്റാർ എന്ന് എഴുതാം അല്ലെ, ഐയും ജെ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ടാണ്. പിന്നെ y11 സ്റ്റാർ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, അതായത് ഇവിടെ 0 അല്ലേ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ് കോർഡിനേറ്റ് കിട്ടും. എക്സ് കോർഡിനേറ്റ് 0ന്റെ 1ന്റെ മിഡിൽ നിൽക്കുന്ന സംഖ്യ ഏതാണ്, 1/2 ആണ്. അപ്പൊ നമുക്ക് എക്സ് കോർഡിനേറ്റ് കിട്ടി 1/2 കോമ. അതേപോലെ തന്നെ എന്താണ്, ഈ ഒരു ഇവിടെ 1/2 വരും അല്ലെ, ഈ 1ന്റെ 0ന്റെ ഇടയിൽ 1/2 വരും. ഇനി ഇതിന്റെ y കോർഡിനേറ്റ് ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് y കോർഡിനേറ്റ് കിട്ടും. y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് 1/4 ആണ്. അപ്പൊ y കോർഡിനേറ്റ് 1/4 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് 11 സ്റ്റാർ കോമ y11 സ്റ്റാർ എന്നുള്ളത് എന്താണ്, എഫ് ഓഫ് 1/2 കോമ 1/4 ആണെന്ന് കിട്ടി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മളെ ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ ക്വസ്റ്റ്യനിലുണ്ട്, എന്താണ് എക്സ് മൈനസ് 4y ആണ്. എക്സ് മൈനസ് 4y ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി എന്താണ്, എക്സിന് പകരം ഇതിലുള്ള ഒന്നാമത്തെ സംഖ്യയും വൈക്ക് പകരം ഇതിൽ രണ്ടാമത്തെ സംഖ്യയും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് എന്താണ് 1/2 മൈനസ് 4 ഇൻറ്റു 1/4 അല്ലെ, 4 ഇൻറ്റു y എന്നാൽ 4 ഇൻറ്റു 1/4, 4 കട്ടായി പോയി, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 മൈനസ് 1. അടിയിൽ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ, 1 ഇൻറ്റു 1 1 ആണ്, പിന്നെ മൈനസ് 2 ഇൻറ്റു -1 എന്നാൽ 1 മൈനസ് 2 ആയി, which is equal to 1 minus 2 divided by 2 into 1 ആണ് 2 ആയി. അപ്പൊ ആൻസർ എന്താ വരിക, 1 minus 2 എന്ന് പറഞ്ഞാൽ -1/2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു പോയിന്റിലുള്ള വാല്യുവേഷൻ. ഓക്കെ, ഇനി ചെയ്യേണ്ട അടുത്ത കാര്യം ഈ ഒരു റെക്ടാങ്കിളിന്റെ കണ്ടുപിടിക്കേണ്ടത്, അതായത് R21. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, എഫ് ഓഫ് എക്സ് 21 സ്റ്റാർ comma y21 star which is equal to f of അതിന്റെ പോയിന്റുകളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക, 1ന്റെയും 2ന്റെയും ഇടയിലുള്ള പോയിന്റ് ഏതാണ്, 1 അതായത് 1.5 പറയുമ്പോൾ നമുക്ക് വരുന്നത് എന്താണ് 3/2 ആണ്. 3/2നെ 1.5 എന്ന് വിളിക്കാം. അപ്പൊ എക്സ് കോർഡിനേറ്റ് 3/2 എന്ന് കിട്ടി. ഇനി y കോർഡിനേറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ടാണ് 1/4 ആണെന്നുള്ളത്. ഓക്കെ, അതിന്റെ പകുതിയാണല്ലോ, അപ്പൊ 1/4 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് കൊടുക്കാം ഇവിടെ 3/2 1/4 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ 3/2 1/4. ഇനി എന്ത് ചെയ്യാം, അത് നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താണ് 3/2 മൈനസ് 4 ഇൻറ്റു 1/4. അപ്പൊ ആൻസർ എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 4 കട്ടായി പോയി 3/2 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു അതിൽ 1 എഴുതാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, 1/1 ആണ്, 1 തന്നെയാണ്. അപ്പൊ 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2 ഇൻറ്റു -1 പറയുമ്പോൾ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് -2, 2 ഇൻറ്റു 1 പറയുമ്പോൾ 2 ഓൾ ഡിവൈഡഡ് ബൈ 1, 2 ഇൻറ്റു 1 പറയുമ്പോൾ 2 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 3 മൈനസ് 2 1/2 ആണ് അടുത്ത പോയിന്റ് വരുന്നത്, അല്ലെങ്കിൽ അടുത്ത എഫ് ഓഫ് എക്സ് ഐ ജെ സ്റ്റാർ വൈ ഐ ജെ സ്റ്റാർ വരുന്നത്. ഓക്കെ, അപ്പൊ 2 പോയിന്റ്. ഇനി നമുക്ക്
അപ്പൊ ഇതുമായി നമുക്ക് ഇതിന്റെ ആണ് നോക്കേണ്ടത്. ഇവിടെ ഇതിന് മിഡിൽ വരുന്ന ഈ ഒരു പോയിന്റ് ഇങ്ങനെ അടിക്ക് പോയി കഴിഞ്ഞാൽ 1/2 വരുമല്ലോ. അപ്പം എക്സ് കോർഡിനേറ്റ് 1/2 ആണ്. അതേപോലെ തന്നെ ഇവിടെ വരുന്ന എന്താണ്, അതായത് 1/2 പിന്നെ 1ന്റെ ഇടയിൽ കിടക്കുന്നത് ഏതാണ്, 3/4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് y കോർഡിനേറ്റ് ആയിട്ട് 3/4 ആണ്. ഇവിടെ നിങ്ങൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ 3/4 ആണ് കിട്ടുക. അതായത് 1ന്റെയും 1/2ന്റെയും മിഡിൽ കിടക്കുന്ന സംഖ്യ എന്താണ്, 3/4 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് എക്സ് കോർഡിനേറ്റ് ആയിട്ട് 1/2, y കോർഡിനേറ്റ് ആയിട്ട് 3/4 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം എഫ് ഓഫ് എന്താണ്, R12 ആണ്. അപ്പൊ ഇവിടെ x12 സ്റ്റാർ കോമ y12 സ്റ്റാർ which is equal to f of x coordinate 1/2 y coordinate 3/4 ആണ്. ഓക്കെ, which is equal to ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1/2 മൈനസ് 4 ഇൻറ്റു 3/4 വരും. 4 കട്ടായി പോകും. which is equal to 1/2 മൈനസ് 3. ഓക്കെ, അടിയിൽ 1 ഇതൊന്നും കുഴപ്പമില്ല. 1 into 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 തന്നെയാണ്. 2 into 3 ആണെങ്കിൽ -6 ആണ്. ഓക്കെ, 2 into -3 ആണെങ്കിൽ -6 ആണ്. 2 into 1 ആകുമ്പോൾ 2 which is equal to -5/2 ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി, ഈ ഒരു 3 റെക്ടാങ്കിളുകളുടെ വാലുവേഷൻ പോയിന്റ് നമ്മൾ വെച്ച് ഫംഗ്ഷന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടിയ പോയിന്റുകളാണിത്, അല്ലെങ്കിൽ ഹൈറ്റുകളാണിത്. ഇനി അടുത്തൊരു പോയിന്റ് എടുത്ത് നോക്കാം. അടുത്തൊരു പോയിന്റ് ഇതാണ് R12. അപ്പൊ എന്ത് ചെയ്യണം, എഫ് ഓഫ് എക്സ് R12 അല്ലേ, x12 സ്റ്റാർ കോമ y12 സ്റ്റാർ which is equal to f of ഏതൊക്കെയാണ് ഇവിടുത്തെ പോയിന്റുകൾ വരുന്നത്, ഞങ്ങൾ പുറത്തേക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ആകെ റെക്ടാങ്കിളിന്റെ ഉള്ളിൽ മനസ്സിലാവില്ല. ഓക്കെ, എന്താ വരിക, ഇതിന്റെ എക്സ് കോർഡിനേറ്റ് നേരെ താഴേക്ക് വെച്ചാൽ 3/2. അപ്പൊ 3/2 കോമ, അതേപോലെ ഇത് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് മിഡിൽ, എന്താണ് 3/4. ഇതാണ് 2 പോയിന്റുകൾ. ഓക്കെ, അപ്പൊ അത് ഇതിന്റെ ഇട്ട് കൊടുക്കാം. x12 സ്റ്റാർ പറയുമ്പോൾ 3/2, y12 സ്റ്റാറിന് പോലെ നമുക്ക് 3/4 കൊടുക്കാം. അപ്പൊ നേരെ എന്ത് ചെയ്യാം, ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ x - 4y അഥവാ 3/2 മൈനസ് 4 ഇൻറ്റു 3/4. 4 കട്ടായി പോകും. which is equal to എന്താണ്, 3/2 മൈനസ് 3 which is equal to ഇവിടെ അടിയിൽ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 into 3 3 ആണ്, മൈനസ് 2 into -3 -6 ആണ്, ഡിവൈഡഡ് ബൈ 2 into 1 2 which is equal to -3/2 ആണ് ആൻസർ വരിക. ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു 3 പോയിന്റുകളിലുള്ള എച്ച് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഹൈറ്റ് ഇൻറ്റു ഏരിയ ആണ് എന്ത്, വോളിയം. അപ്പം ഡെൽറ്റ എ കണ്ടുപിടിക്കാം. ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയ ഇൻഡിക്കേഷൻ എന്താ, ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. താഴെ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പൊ ലെങ്ത് എന്ന് പറയുമ്പോൾ ഒറ്റ റെക്ടാങ്കിൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. കാരണം ബാക്കിയുള്ള എല്ലാ റെക്ടാങ്കിളുകളുടെയും ഏരിയ സെയിം ആണ്, ഈക്വലി ആണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇതിന്റെ ലെങ്ത് 0 മുതൽ 1 വരെ. അപ്പൊ 1 ഇൻറ്റു ഇതിന്റെ ബ്രെഡ്ത്ത് എന്താണ്, 0 മുതൽ 1/2 വരെ. അപ്പൊ ഇൻറ്റു 1/2 ആണ് ബ്രെഡ്ത്ത്. ആൻസർ വരിക 1/2 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. 1/2 സ്ക്വയർ യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു പോയിന്റ് ഇൻറ്റു ഈ ഒരു കിട്ടിയ ഏരിയ പ്ലസ് ഇതിന്റെ പോയിന്റ് ഇൻറ്റു കിട്ടിയ ഏരിയ പ്ലസ് ഇതിന്റെ പോയിന്റ്, അങ്ങനെ എല്ലാ റെക്ടാങ്കിളുകളുടെയും എന്താണ് പോയിന്റ് ഇൻറ്റു ഏരിയ, അല്ലെങ്കിൽ ഹൈറ്റ് ഇൻറ്റു ഏരിയ ചെയ്യണം. അപ്പോഴാണ് റെയ്മാൻ സം ആവുക. നമ്മൾ റെയ്മാൻ സം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ഫസ്റ്റ് തന്നെ എടുക്കുക, അതായത് -1/2. അങ്ങനെ അവിടെ എഴുതുന്നുണ്ട് റെയ്മാൻ സം is equal to ആദ്യം എന്താണ്, -1/2 ഇൻറ്റു എന്താണ് 1/2 പ്ലസ് ഒന്നാമത്തതായി അടുത്ത രണ്ടാമത്തെ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് +1/2 അഥവാ 1/2 ഇൻറ്റു 1/2 പ്ലസ് ഇനി ഏതാ, അപ്പൊ ഇതായി. ഇനി ഇതിൻ്റെത് നേരെതാ -5/2 ഇൻറ്റു 1/2 പ്ലസ് പിന്നെ
-3/2 -3/2 into 1/2. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം -2 ആണ്. ഓക്കെ, ഇതാണ് എന്ത് ഈ ഒരു നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനിലുള്ള റെക്ടാങ്കിളിന്റെ താഴെയുള്ള വോളിയം, അല്ലെങ്കിൽ ഈ റെക്ടാങ്കിളിന്റെ ഇന്റഗ്രൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ, ഏതിന്റെ f(x y) ഈക്വൽ ടു x - 4y എന്ന് പറയുന്ന ആ ഒരു രണ്ട് വേരിയബിളിലെ ഫംഗ്ഷന്റെ എന്താണ് ഇന്റഗ്രൽ -2 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഈ -2 പറയുമ്പോൾ വോളിയം പറയുമ്പോൾ എങ്ങനെയാണ് കിട്ടി വരിക എന്നുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്റഗ്രൽ ആണ്. ഓക്കെ, ഇന്റഗ്രൽ പറയുമ്പോൾ നമ്മൾ ഗ്രാഫ് x ആക്സിസും y ആക്സിസും എടുക്കുമ്പോൾ നെഗറ്റീവ് x ആക്സിസും അടിക്ക് നെഗറ്റീവ് വരും ഈ ഭാഗത്തേക്കും, അതേപോലെ ഇടത് ഭാഗത്തേക്ക് x ആക്സിസ് ആണ് ഇടത് ഭാഗത്തേക്കും y ആക്സിസ് ആണ് താഴേക്ക് നെഗറ്റീവ് വരും. അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ വോളിയം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതെങ്കിൽ അതിന്റെ മോഡുലസ് എടുത്താൽ മതി. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇന്റഗ്രൽ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് -2 എന്നിട്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇതേ സംഭവത്തിന് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.